മുത്തിനറിഞ്ഞൂടെ നമ്മക്ക് നിൽക്കാൻ കഴിയില്ലാണ്ട് നിന്റെ മുത്തില്ലാതെ ജീവിക്കാൻ കഴിയില്ല നമുക്ക് അറിഞ്ഞൂടെ. എന്റെ കുട്ടീന്റെ മുഖത്തെ മാറിപ്പോയല്ലോ. എന്തിനു ബാബേജ് ചെയ്തത്? എന്തിനു ബാബേജ് ചെയ്തത്? എന്തിനമ്മ ചെയ്തത്? എന്തിനു സ്വന്തം ചെയ്തത്? ഈ അമ്മയുടെ കണ്ണുനീരിന് ആര് സമാധാനം പറയും സഹോദര? ആര് സമാധാനം പറയും സുഹൃത്തുക്കളെ? നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങൾക്ക് പാവപ്പെട്ട ദീപകിനെ ഈ അമ്മക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുമോ? ഞങ്ങൾ എന്ത് ചെയ്താലും ചോദ്യം ചെയ്യപ്പെടില്ല, കുറ്റം തലയിൽ ചാർത്തപ്പെടില്ല എന്ന അമിതമായ വിശ്വാസവും ബോധ്യവുമല്ലേ ഇത്തരം പാവപ്പെട്ട അമ്മമാർക്ക് ദീപകുമാരെ നഷ്ടപ്പെടാൻ കാരണമാകുന്നത്? ഇതിനറുതി വന്നേ മതിയാകൂ. ഒരു സ്ത്രീ തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറഞ്ഞാൽ തുറുങ്കിലടക്കപ്പെടുന്ന സാഹചര്യം, തെറ്റാണെന്ന് പറയാൻ അവകാശം പോലും ഇല്ലാത്ത, പറയേണ്ട സ്ഥലത്ത് പറയാൻ അവകാശം പോലും ഇല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഇതിനെതിരെ ശബ്ദിച്ചേ മതിയാകൂ. തട്ടമിട്ട ഒരു പെണ്ണായതുകൊണ്ട്, ഒരു മുസ്ലിം പെണ്ണായതുകൊണ്ട് മിണ്ടാതിരിക്കുകയില്ല. ഈ അമ്മയെപ്പോലൊത്ത നൂറുകണക്കിന് അമ്മമാർക്ക് നീതി നടപ്പിലാക്കപ്പെടുന്നതുവരെ ശബ്ദിച്ചുകൊണ്ടിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒന്നായി നമുക്ക് നീതിക്ക് വേണ്ടി പോരാടാം. അല്ലെങ്കിൽ ഈ അമ്മയുടെ കണ്ണുനീര് നമ്മളോട് പൊറുക്കില്ല. ഇനി ഒരമ്മക്കും ഈ ഗതി വരാൻ പാടില്ല. കഠിനമായ ഇത്തരം തെറ്റുകൾക്ക് ശിക്ഷ നടപ്പിലാക്കപ്പെടുന്നതുവരെ, തെറ്റ് ചെയ്ത ഇത്തരം ആളുകളെ ശിക്ഷിക്കപ്പെടുന്നതുവരെ നാം ശബ്ദിച്ചുകൊണ്ടിരിക്കണം, നാം സംസാരിച്ചു കൊണ്ടിരിക്കണം. ഇനി ഒരു അമ്മയുടെ കണ്ണുനീരും ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഇത്തരം കാര്യങ്ങളുടെ പേരിൽ വീഴാൻ പാടില്ല. അങ്ങനെ കണ്ണുനീര് വീണാൽ അതിന്റെ ഉത്തരവാദികൾ നമ്മളായിരിക്കും. മിണ്ടാതിരുന്നാൽ നമ്മളായിരിക്കും കുറ്റക്കാര്. നമ്മൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കണം. നീതിക്ക് വേണ്ടി നമുക്ക് പോരാടാം. പ്രിയപ്പെട്ട ദീപകിനോട് 1000 മാപ്പ് ചോദിക്കുകയാണ്.